മാക്സിമം നമുക്ക് 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഓഫർ എടുക്കാം. 20 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും. 18 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് വീഡിയോയില് വണ്ടി വരുന്നത്, വീഡിയോയിൽ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് അന്വേഷിക്കാൻ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് ഫുൾ ഓൺ ഇനി അതെല്ലാം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്കിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഫൈനൽ നമുക്ക് 1.75 രൂപ കൊടുക്കാം. 1.75 ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ. ലോൺ സൗകര്യം ഉണ്ടോ നമുക്ക് ഇതിന്? നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാം. 30 രൂപ വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നല്ലൊരു കിടിലൻ ദീപാവലി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സീറോ ഡോട്ട് പോയി നല്ല കിടിലൻ വാഹനം നമുക്ക് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഏതൊരു വാഹനം എടുക്കണേ, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഫുൾ ടാങ്ക് നമുക്ക് ഫ്രീ ആണ്. ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് റെനോയുടെ പൾസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതും ഫുൾ ഓണിൽ. അതേപോലെ തന്നെ നമുക്ക് ഇതാണോ i20ന്റെ സെക്കൻഡ് ജനറേഷൻ, എലൈറ്റിന്റെ സെക്കൻഡ് ജനറേഷൻ റെഡ് ഡീസൽ വണ്ടി ഫുൾ ഓണിൽ. അതേപോലെ അതിന്റെ വൈറ്റ് വേരിയന്റ് നമുക്ക് ഫുൾ ഓണിലാണ്. ഇതാണ് നല്ല കംഫർട്ടും നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസ് നോക്കുന്ന അമേസ്, ഇത് നമുക്ക് ഫുൾ ഓണിലാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതാണ് വീണ്ടും ഒരു റെഡ് അമേസ് വരുന്നുണ്ട്, ഇത് നമുക്ക് ഫുൾ ഓണിലാണ്. ഇതൊക്കെ ഏകദേശം 10-24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ബ്രസ് ഡീസൽ ഫുൾ ഓണ്, അർബൻ ക്രൂസർ അത് നമുക്ക് ഫുൾ ഓണിൽ. ഇനി ചെറിയ ചെറിയ മോഡലിൽ 800 ഉണ്ട്, പിന്നെ പോളോ വരുന്നുണ്ട്, അതേപോലെ സണ്ണി, അങ്ങനെ ഓൾട്ടീസ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബ്ലൂബെറിയിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും കീശ്ശേരി റൂട്ടിൽ കീശ്ശേരി റൂട്ടിലെ ചെറിയ മൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. സോ നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഫുൾ ഓണിലും അതേപോലെ ഫുൾ ടോങ്ക് ഡീസൽ പെട്രോൾ നമുക്ക് സ്പെഷ്യൽ ദീപാവലി ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മളൊരു SUV എന്നാണ് തോന്നുന്നത്, ബ്രസ ഡീസൽ, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നല്ല മൈലേജും അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2018-19 രജിസ്ട്രേഷൻ. നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവലായിട്ട് യൂസ് ചെയ്യാം. എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഫോർഡോ പവർ വിൻഡോ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 56,000 കിലോമീറ്റർ. 56,000 മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. ക്യാഷ് ബാക്ക് ഓഫറും കൊടുക്കാം. ക്യാഷ് ബാക്ക് ഓഫറും കൊടുക്കാം അല്ല. അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയാണ് ചോദിക്കുന്നത് പറഞ്ഞാൽ? ഞങ്ങൾക്ക് ഫൈനൽ നമുക്കൊരു 20 ഇട്ട് കൊടുക്കാം. 20 മോഡൽ പറഞ്ഞ 18 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് വീഡിയോയില് വണ്ടി വരുന്നത്, വീഡിയോയിൽ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് അന്വേഷിക്കാൻ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് ഫുൾ ഓൺ ഇനി അതെല്ലാം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്കിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് ടയോട്ടോ ബ്രാൻഡ് വേണ്ടവർക്ക് ഇതാണ് ഒരു അർബൻ ക്രൂസർ, നല്ല ഫാൻസി നമ്പർ. അതേപോലെ തന്നെ നമുക്ക് KL65 തിരൂരങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് വരുന്നത്. അത്യാവശ്യം കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ പക്ക ഹൈ ക്വാളിറ്റി ആണ്. പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2021 16,000 കിലോമീറ്റർ. വെറും 16,000 കിലോമീറ്റർ. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഏറ്റവും ഫുൾ ലോഡ്. 10 ലക്ഷം രൂപ ഐഡിയ വാല്യൂ ഉണ്ട്. മാക്സിമം നമുക്ക് 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഓഫർ എടുക്കാം. 3 ലക്ഷം രൂപ ക്യാഷ്, 7 ലക്ഷം രൂപക്ക് അല്ലേ? ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഏറ്റവും ഫുൾ ലോഡ് അർബൻ ക്രൂസർ നമുക്ക് എവിടെ മുക്കാലിന് എടുക്കാം. മുക്കാലിന് അല്ലേ? മുക്കാലിന് അതിൽ നമുക്ക് 10.25 വരെ നമുക്ക് ലോൺ കിട്ടും. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണർ 16,000 ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഇത് നമുക്കൊരു ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടോ 800 വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2016-17 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സോറി 17-18 ആട്ടോ. 17 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഇന്ത്യയിലൊക്കെ പക്കാ നീറ്റാണ്. നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. KL4 ആലപ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് ഫൈനൽ നമുക്ക് 2.45 കൊടുക്കാം. 2.45 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 20 ഇറക്കാം. 20 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്കൊരു കിടിലൻ വാഹനമാണ്. Volkswagen പോളോ ആണ് വരുന്നത്. ടയറൊക്കെ പക്ക ഇതാണ്. നമുക്ക് ഫുൾ കട്ട ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2011 വണ്ടി. കംഫർട്ട് ലൈന്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ കറക്റ്റ് 1.14 പ്ലിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ നമുക്ക് 1.75 രൂപ കൊടുക്കാം. 1.75 ഡീസൽ ആണോ പെട്രോൾ? ഡീസൽ മാനുവൽ. ലോൺ സൗകര്യം ഉണ്ടോ നമുക്ക് ഇതിന്? നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാം. 50 രൂപയിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല സ്പേഷ്യസും നല്ല പെർഫോമൻസും എല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ് നിസാൻ സണ്ണി. ഏകദേശം ലോങ്ങിൽ 24 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. അതിനകത്ത് മോഡൽ 2013 ലൈക്ക് കിട്ടുന്ന അലോയ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.60 അല്ലേ?
ഏതൊരു എക്സൽ ആണ് വരുന്നത് അല്ലേ? അതെ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ AC പോസ്റ്ററിംഗ്, പവർ വിൻഡോ, റിയറിൽ AC വെന്റ് കാര്യങ്ങള്, നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 2.30 ഫൈനൽ കൊടുക്കാം. 2.30. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 2 രൂപ വരെ ലോൺ കൊടുക്കാം. 2 രൂപ വണ്ടി ഇറക്കാം. 30 രൂപ വണ്ടി ഇറക്കാം അല്ല. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 1.60. 1.60. മേ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അല്ലേ? ഇത് നമുക്കൊരു കിഡ്ലൻ സെഡാനാണ്, ടൊയോട്ട കൊറോള ഓൾട്ടിസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 റീവേസ്റ്റർ. 2011 റീല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ നമുക്ക് 1.5 അല്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കയല്ലേ, നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നിലവിൽ ഇപ്പൊ കേട്ടണില് നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. DSIയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കിഡ്ലൻ ഇന്റീരിയർ അടിപൊളിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? അപ്പൊ ഫൈനൽ നമുക്ക് 3.30 കൊടുക്കാം. 3.30 കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? ഏകദേശം 3 രൂപ ലോൺ കൊടുക്കാം. 3 ലോൺ ചെയ്യാം. ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു റിറ്റ്സ് നോക്കുന്നവർക്ക് നല്ല കിഡ്ലൻ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2010. ഡീസൽ അതോ പെട്രോൾ? ഡീസൽ മാനുവൽ. ഒരു 18-20 മൈലേജ് പ്രതീക്ഷിക്കാം. അതെ. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഓഫർ പ്രൈസ് കൊടുക്കാം. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 1.80 കൊടുക്കാം. 1.80 ഡീസൽ സ്വിഫ്റ്റ് റിറ്റ്സ്, അതും 2010 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 സംതിങ് അല്ല. മേ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? നമുക്ക് ലോൺ കൊടുക്കാം. നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഇതാണ് ഒരു റനോയുടെ പൾസ്, അത് ഓഫർ റേറ്റില്. ഇത് നമുക്ക് നല്ല പെർഫോമൻസ്, അതേപോലെ തന്നെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പെഷ്യൽ റേറ്റിലാണ് നമുക്ക് ഏകദേശം ലോങ് ഡ്രൈവില് 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയില്ല, ബട്ടൺ സ്റ്റാർട്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എല്ലാം വരുന്നുണ്ട്. എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. റിയർ വൈപ്പർ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013. കിലോമീറ്റർ 1.18. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? എത്ര നമ്മൾ ചോദിക്കുന്നത്? ഫൈനൽ നമുക്ക് 2.20 കൊടുക്കാം. 2.20 ഡീസൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്തുകൂടെ? നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് എലൈറ്റ് i20 അതിന്റെ സെക്കൻഡ് ജനറേഷൻ റെഡ്. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏറ്റവും ഫുൾ ലോഡാണ്. ഫുൾ ലോഡ് ആസ്റ്റ. അത് ഓട്ടോ AC, അതേപോലെ പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2019. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 70,000 കിലോമീറ്റർ. ഡ്രൈവർ സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഓട്ടോ AC, പുഷ് ബട്ടൺ, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു കിഡ്ലൻ വാഹനം. അതും ചെറിയ കിലോമീറ്റർ. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ അല്ല. മൈലേജ് ഒരു 18-20 എന്തായാലും പ്രതീക്ഷിക്കാം. നല്ല ഫാൻസി നമ്പർ. 660 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. 7 ലക്ഷം രൂപ നമുക്ക് ഫുൾ ഓൺ. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 40 രൂപ ക്യാഷ് ബാക്കിൽ ഉണ്ടാൻ പറ്റുന്ന വണ്ടിയില്ല. ഇത് നമുക്ക് അതിന്റെ ഒരു വൈറ്റ് വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2019 പെട്രോൾ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 40,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? നല്ല വണ്ടി. നല്ല കിഡ്ലൻ ഇന്റീരിയർ. ഇത് ഓപ്ഷൻ സെയിം ആണോ? സിഗ്മ. ഇത് മാഗ്ന പ്ലസ് അല്ലേ? ഇത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. കിലോമീറ്റർ പറഞ്ഞത് 40,000 ചെറിയ കിലോമീറ്റർ അല്ല. ഇത് അത്യാവശ്യം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാം. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത് തന്നെ? ഫൈനൽ നമുക്ക് 4.60 കൊടുക്കാം. 4.60 അല്ലേ? ഏകദേശം എത്ര കൊടുക്കാം? ഇതും ഫുൾ ഓൺ അല്ലേ? ദെൻ അമേസ്. ഡീസൽ അതോ പെട്രോളോ? പെട്രോൾ മാനുവൽ. ഇത് കുറഞ്ഞ മെയിൻ്റെനൻസ്, അത്യാവശ്യം നല്ല മൈലേജ്, നല്ല കംഫർട്ടിൽ ഉണ്ടാവുന്ന ഒരു കിഡ്ലൻ സെഡാനാണ്. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 പെട്രോൾ. കിലോമീറ്റർ 11,000 ലോ കിലോമീറ്റർ ആണ് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് ഫൈനൽ നമുക്കൊരു 6.60 കൊടുക്കാം. 6.60 അല്ലേ? ഫുൾ ഓൺ അല്ലേ? ഞാൻ അതിന്റെ ഡീസൽ വരുന്നുണ്ട്. ഏകദേശം 24 വരെയൊക്കെ നമുക്ക് ലോങ്ങിലും മൈലേജ് കിട്ടും. അതേപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്. ഈ ടാക്സി പർപ്പസിന് ഉദ്ദേശിക്കുന്നുണ്ട് അവർക്കും നമുക്ക് പറ്റുന്ന ഒരു കിഡ്ലൻ വാഹനം. ഫുൾ ലോഡ് വണ്ടിയാണത്. ഏറ്റവും ഫുൾ ലോഡാണ് വരുന്നത്. അതാണ് നമുക്ക് അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2019 ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല കംഫർട്ട് ആയിരിക്കും, നല്ല മൈലേജ് ഉണ്ടാവും, പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 33,000. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല.
എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല്ല? ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ അതെ. Yes. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? നമുക്ക് ഫൈനൽ നമുക്ക് 80 കൊടുക്കാം. 80 ഏകദേശം ഫുൾ ഓൺ തന്നെ ഫുൾ ഓൺ കിട്ടും. നമുക്കൊരു കിട്ടുന്ന SUV ആണ്, ഫോർഡ് എക്കോസ്പോർട്ട്, കോട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 ഡീസലാണോ അതോ പെട്രോൾ? ഡീസൽ മാനുവൽ. ഏകദേശം നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ്, സേഫ്റ്റി ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. നമ്മൾ പിന്നെ സ്റ്റെപ്പിന് വരെ നല്ല കട്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ എല്ലാം പക്കയാണ് വരുന്നത്. അതിന് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്, 1 സംതിങ് ഓട്ടം. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഫൈനൽ നമുക്ക് 5:30 കൊടുക്കാം, ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ ഫുൾ ഓൺ 1 രൂപ പോലും മുടക്കാം, നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അത് ഫുൾ ടാങ്ക് ഡീസലും ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടായിരുന്നത് ബ്ലൂബെറിയിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും കീശ്ശേരി റൂട്ടിലെ ചെറുമൂച്ചിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ദീപാവലി ഓഫർ ഏതൊരു വാഹനം എടുക്കുക, ഡീസൽ ആണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ, പെട്രോൾ ആണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതേപോലെ തന്നെ നമുക്ക് കൂടാതെ തന്നെ ക്യാഷ് ബാക്കിൽ ഫുൾ ഓണൊക്കെ നല്ല അടിപൊളി കാറുകളായിരുന്നു. സോ നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു ഒരു വീഡിയോ കാണാം. ഇസ്മി റിയാസ് സൈനിങ് ഓഫ്.